ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകങ്ങളായ 9ഉം 10ഉം നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 38 ശ്രീകൃഷ്ണാവതാരം ശ്ലോകം 9. ജാതാ തത് പശുപസത്മനി യോഗനിദ്രാ നിദ്രാ വിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഠം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ജാത ജനിച്ച, തത് അപ്പോൾ, പശുപസത്മനി നന്ദഗോപഗൃഹത്തിൽ, യോഗനിദ്ര യോഗനിദ്രയായ മായ, നിദ്രാവിമുദ്രിതം നിദ്ര കൊണ്ട് നിശ്ചലരാക്കി, അഥ പിന്നെ, അകൃത തീർത്തു, നിദ്രാവിമുദ്രിതമഥാകൃത ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരം അഥ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പൗരലോകം പൗരന്മാരെയെല്ലാം, ത്വത് പ്രേരണാത് ത്വത് പ്രേരണാത് അങ്ങയുടെ പ്രേരണ കൊണ്ട്. ഇവിടെ പ്രേരണാൽ എന്നാവും എഴുതിയിട്ടുണ്ടാവുക, പ്രേരണാത് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇഹ കിം ചിത്രം ഇതിലെന്താണ് അത്ഭുതമുള്ളത്, യത് യാതൊന്ന് ഹേതുവായിട്ട്, ദ്വാരൈ വാതിലുകൾ, സ്വയം വ്യഘടി താനെ തുറക്കപ്പെട്ടു, സുഗാഠം കൂടുതൽ അടുത്ത്, കിമിഹ ചിത്രമചേതനൈർ യത് ദ്വാരൈ സ്വയം. സ്വയം എന്നുള്ളത് സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. വ്യഘടി ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സംഘടിതൈ അവിടെയും അതേപോലെ ഖ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. സംഘടിതൈ അവിടെ വിസർഗം ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സാന്ന് മതി. സുഗാഠം ഠം എന്നുള്ളത് ടാ ഠ ഡ ഠ ഠ എന്നാണ്. സുഗാഠം അത് കുറച്ച് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പം സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. സംഘടിതൈ സുഗാഠം അങ്ങനെ നിർത്താം. ജാതാ തത് പശുപസത്മനി യോഗനിദ്രാ നിദ്രാ വിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഠം. അടുത്തത് 10ാമത്തെ ശ്ലോകം. ശേഷേണ ഭൂരി ഫണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമ പ്രതസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ശേഷേണ ആദിശേഷനാൽ, ഭൂരി ഫണവാരിതവാരിണാഥ അതിൻ്റെ അർത്ഥം അനേക പത്തികൾ കൊണ്ട് തടയപ്പെട്ട ജലത്തോടു കൂടിയവനുമായ. ഇതിൽ ഉച്ചാരണം നോക്കാം ഓരോ അക്ഷരത്തിൻ്റെയും. ഭൂരി എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഫണ ഫ എന്നാവരുത്, ഫ എന്നാണത്. ഫണവാരിത വാരിണാഥ ഥ എന്നുള്ളത് കഥ എന്നൊക്കെ പറയണതിലത്തെ ഥ എന്നാണ്. അത് നന്നായിട്ട് ഊന്നി പറയണം. സ്വൈരം യഥേഷ്ടം, പ്രദർശിത പഥോ പ്രദർശിത പഥ വഴി കാണിക്കപ്പെട്ടവനായി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മണിദീപിതേന രത്നങ്ങളുടെ പ്രഭ കൊണ്ട്. ത്വാം അങ്ങയെ, ധാരയൻ ധരിക്കുന്നവനും. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ആ വസുദേവനാകട്ടെ. ധന്യതമ
അവിടെ വിസർഗമുണ്ട്. ധന്യതമ, ധന്യതമ ഏറ്റവും ധന്യനുമായ. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പ്രതസ്ഥേ, സ്ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. യാത്ര തിരിച്ചു അതിൻ്റെ അർത്ഥം. സോയം അപ്രകാരമുള്ള അവിടുന്ന്. സ അയം അത് ചേർത്ത് ചൊല്ലുമ്പോഴാണ് സോയം. ത്വമീശ, ത്വം ഈശ അത് ചേർത്തിട്ടാണ് ത്വമീശ. അല്ലയോ ജഗന്നാഥ. രോഗവേഗാൻ രോഗകാഠിന്യത്തെ. നാശയ നശിപ്പിച്ചാലും. ശേഷേണ ഭൂരി ഫണവാരിതവാരിണാഥ. സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന. ത്വാം ധാരയൻ സ ഖലു ധന്യതമഃ പ്രതസ്ഥേ. സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.